ഹലോ എവ്രിബഡി, വെൽക്കം ടു ഗുലുഗുലു ടോക്സ് വിത്ത് പേർലി മാണി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനിങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ് പോഡ്കാസ്റ്റുമായിട്ട്. ഇതുവരെ നമ്മൾ പോഡ്കാസ്റ്റിൽ 3 എപ്പിസോഡേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും പോഡ്കാസ്റ്റിനായിട്ടൊരു സെപ്പറേറ്റ് ഒരു ഓഡിയൻസ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ എം ഫസ്റ്റ് ഓഫ് ഓൾ താങ്കിങ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ഇത്രയും നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മിക്ക ആൾക്കാരിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ദേ ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അവരുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ട്. ലൈഫിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ് ഈ പോഡ്കാസ്റ്റ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്നൊരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, വിച്ച് ഈസ് ദി ആർട്ട് ഓഫ് ബാലൻസിങ്. The art of balancing. So once again, welcome to Gulu Gulu Talks. ഇന്നത്തെ എപ്പിസോഡ് ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാവ് ടു മെൻഷൻ, നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ബിക്കോസ് വയനാട്ടിൽ നടക്കുന്ന ഈ ഒരു ഭയങ്കര ഒരു വലിയൊരു ഇഷ്യൂ തന്നെയാണത്. നമ്മളുടെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല പല സ്ഥലങ്ങളിലായിരിക്കാം, കേരളത്തിന് പുറത്തുള്ളവരെയും എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ആൻഡ് ലെറ്റ്സ് ഓൾ കം ടുഗെദർ ആൻഡ് പ്രേ ആൻഡ് ഡൂ ഫോർ വയനാട്. ഇപ്രാവശ്യം അതാണ് നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഡൂ ഫോർ വയനാട്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ വയനാടിന് വേണ്ടി ചെയ്യുക. അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. ആൻഡ് വിൽ ഓൾസോ പ്രേ ഫോർ ദെം. ആൻഡ് വിത്ത് ദാറ്റ് നോട്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. സോ വാട്ട് ഈസ് ലൈഫ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും, എൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കണം, എൻ്റെ ലൈഫിൽ എനിക്ക് അതാവണം ഇതാവണം എന്നൊക്കെ. എല്ലാവർക്കും ഒരു ചെറിയ കൊച്ചിനോട് ചോദിച്ചാൽ പോലും അവർ പറയും എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും. ഇപ്പം തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഐ വിൽ ഗിവ് യു ഒരു 15 seconds ടൈം. ഈ 15 seconds ഞാനൊന്ന് കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കും. ആ ടൈമിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ യെസ് എന്ന് പറയുമ്പോൾ അതൊന്ന് നിങ്ങൾ പറയുക. ഒച്ചത്തിൽ പറയണമെന്നില്ല, നിങ്ങളതൊന്ന് ഓർത്തെടുത്ത് പറഞ്ഞാൽ മതി. ബിക്കോസ് അതിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, 15 seconds കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആ ഒരു വേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒച്ചത്തിൽ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ വല്ല ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞ ആൾക്കാർ വിചാരിക്കും നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിൽ വന്ന ആ വേർഡ് ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് ചിലപ്പം ഫാമിലി എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ എന്നായിരിക്കാം. ഒരു വർക്ക് ചെയ്യുന്ന ഒരാളുടെ അടുത്താണ് ചോദിക്കുന്നത്, സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ അയാൾ പറയും ഐ വാണ്ട് സക്സസ് എന്ന് അയാൾ പറയും. അപ്പോൾ ഓരോ ആളുടെയും ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എവ്രിബഡി ഹാസ് ഡിഫറെൻറ്റ് നീഡ്സ്. നമ്മുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ അമ്മ പറയും എനിക്കൊരു പുതിയൊരു ഒരു എന്താ പറയുക, എനിക്കൊരു പുതിയ സാരി, അപ്പം മറ്റന്നാളൊരു കല്യാണമുണ്ട്, എനിക്ക് ഇടാനൊരു സാരി വേണം എന്ന് പറയും. അതേപോലെ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ വേറെ വല്ലതും പറയും. പക്ഷെ നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളല്ല, കുറച്ചും കൂടി വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ മൈൻഡ് ആൻഡ് മൈൻഡ് സെറ്റ്. അതായത് ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ. അപ്പോൾ ചിലർ പറയും പേർലി ഐ എം ഫീലിംഗ് എ ലിറ്റിൽ ഡൗൺ ടുഡേ. ഡൗൺ എന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി ലോ ആണ്. ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? ഇന്ന് ഞാൻ കുറച്ച് എനർജറ്റിക് ആണ്, ബിക്കോസ് ഇന്ന് രാവിലെ തൊട്ട് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ദിവസം പോലെ തന്നെ നമ്മുടെ എൻറ്റയർ ലൈഫിനെ നമുക്കെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഇന്ന് പലരും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഈ ലോകം കാണുന്നത് ഒന്നില്ലേ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കണ്ണിലൂടെ ആയിരിക്കും, ടി വിയിലൂടെ ആയിരിക്കും. പല പല രീതിയിലൂടെ നമ്മൾ ഈ ലോകം കാണുമ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നറിയോ? നമ്മളുടെ അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പലരും പറയും എനിക്ക് ആ കാറൊന്ന് വാങ്ങിക്കണം, ആ കാർ വാങ്ങിച്ചാൽ ഞാൻ സക്സസ് ആയി എന്ന് പറയും. ബിക്കോസ് അവൻ ചെറുപ്പത്തിലെ അവൻ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴോ 9ാം ക്ലാസ് പഠിക്കുമ്പോഴോ അവൻ്റെ വീട്ടിലൊരു അങ്കിൾ വന്നു, ഒരു ഭയങ്കര ഒരു കാറും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ചിലപ്പോൾ ഒരു താറായിരിക്കും അല്ലെങ്കിൽ ഒരു ജീപ്പായിരിക്കും.
അപ്പോൾ ആ അങ്കിൾ വന്നപ്പോൾ ആ അങ്കിളുടെ മുഖം അവൻ കണ്ടു. ആ അങ്കിളുടെ ഒരു പ്രൈഡും, അച്ഛൻ്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നായിരിക്കും, ആ പ്രൈഡും ഹാപ്പിനെസ്സും ഒക്കെ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു, ഈ കാറ് വാങ്ങിച്ചാൽ എന്ത് പറ്റും? ഈ ഹാപ്പിനെസ്സും ഈ പ്രൈഡും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അന്ന് അവൻ തീരുമാനിച്ചു, ഞാൻ എടുത്ത ആ ഫസ്റ്റ് കാർ ഏതായിരിക്കും? ഥാർ അല്ലെങ്കിൽ ജീപ്പ് എന്നൊക്കെ അവൻ ആലോചിച്ചു. ഇതേപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ചെറുപ്പത്തിലെ നമ്മൾ കണ്ട കുറേ എക്സ്പീരിയൻസസ് ആണ് നമ്മളുടെ ലൈഫിലെ നമ്മുടെ ഗോൾ സെറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മൾ ആരെയാണ് കാണുന്നത്? കുറേ ഇൻഫ്ലുവൻസേഴ്സിനെയും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പലരും ഇപ്പം എന്നെ ഇൻഫ്ലുവൻസർ എന്നാണ് വിളിക്കുന്നത്. അതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അതെന്നെ കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി എനിക്കത് ഭയങ്കരമായിട്ട് കൂട്ടി. ബിക്കോസ് പണ്ട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമാണ് ഞാൻ എന്നെ തന്നെ കണ്ടിരുന്നത്. പക്ഷെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ എന്താണത്? ആ വാക്കിന് ഭയങ്കര മീനിങ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അനുകരിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമുക്ക് ഫോളോവേഴ്സ് കൂടുന്നു അല്ലെങ്കിൽ മാക്സിമം റീച്ച് കിട്ടണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തിനെ വെച്ചിട്ടാണ് ഈ റീച്ച് കൂട്ടുന്നതെന്നുള്ളതും ഞങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന മെസ്സേജ്? സിനിമ വേറെ തന്നെ കാറ്റഗറിയാണ്. ബിക്കോസ് സിനിമ കാണുമ്പോൾ അതൊരാളുടെ കഥയും ഇമാജിനേഷനാണ്. ചിലപ്പോൾ ഹൊററായിരിക്കും, ത്രില്ലറായിരിക്കും, ക്രൈം ആയിരിക്കും. പക്ഷേ സിനിമേനെ നമ്മൾ സിനിമയായിട്ടാണ് കാണാനുള്ള ബോധം നമുക്കുണ്ട്. പക്ഷെ ഒരു ഇൻഫ്ലുവൻസറിനെ നിങ്ങൾ കാണുന്നത് അയാളുടെ റിയൽ ലൈഫിലെ അയാളെ ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ വ്ളോഗ്സിലൂടെ നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ ലൈഫ് തന്നെയാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വിച്ച് ഈസ് we have to create the right kind of influence in your life. അതേ സമയത്ത് നിങ്ങൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെന്താണ്? അതെ, നിങ്ങളിപ്പോൾ മനസ്സിലാലോചിച്ച കാര്യം തന്നെ. നിങ്ങളെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ യു ഹാവ് ടു ചൂസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഓൺ ടു യുവർ ലൈഫ്. ആരാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നിങ്ങളും കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ഏരിയയിൽ ഒരു ലോക്കൽ ഗുണ്ടയുണ്ട്. ആ ലോക്കൽ ഗുണ്ട നിങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ആ ഗുണ്ട വരുമ്പോൾ പല ആൾക്കാരും എഴുന്നേറ്റ് നിൽക്കുന്നു. ആ ഗുണ്ടേനെ കാണുമ്പം കുറേ പേര് പേടിച്ചിട്ട് അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു, ഓ അപ്പോൾ ഗുണ്ടയായ റെസ്പെക്റ്റ് കിട്ടും. ഇതാണോ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസ് എങ്കിൽ നിങ്ങൾ ആരാവും? ഗുണ്ടയാവും. പക്ഷെ നിങ്ങൾ വേറെ സൈഡിലൂടെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ റെസ്പെക്റ്റ് പിടിച്ചു പറിക്കാൻ പാടില്ല. ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരാൾ അതെങ്ങനെ കാണും? ഒരിക്കലും നമ്മൾ ഒരു ഗുണ്ടയാവരുത് എന്ന് വിചാരിക്കും. ഐ എം ജസ്റ്റ് ഗിവിങ് എ സ്മോൾ എക്സാമ്പിൾ. സോ ആരാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കയ്യിലാണ് ആ കീ ഉള്ളത് എന്നാണ് പറയുന്നത്. പലരും പറയും, ഞാൻ ആ സിനിമ കണ്ടിട്ടാണ് സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത്. അവൻ ആരാധിച്ചത് ആ ഹീറോനെയാണ്. പക്ഷെ ആ ഹീറോ റിയൽ ലൈഫിൽ വലിക്കാണ്ടിരിക്കാം. പക്ഷെ ആ ഹീറോയുടെ നല്ലതെടുക്കാണ്ട് അവൻ ആ സിഗരറ്റ് മാത്രം എടുത്ത്. ആ ഹീറോ വേറെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്തു, അതൊക്കെ അവൻ മറന്നു. സിഗരറ്റ് മാത്രം അവൻ എടുത്തു. ഇനി സിഗരറ്റ് എന്ന് ഞാൻ ഈ വേർഡ് പറയാൻ പോലും പാടില്ല. സോ എല്ലാവരും ഒന്ന് കൈയെടുത്തേ, ഈ വിരലെടുത്തിട്ട് ക്യാൻസൽ ക്യാൻസൽ ക്യാൻസൽ. ഇവിടെ നിന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത്, അത് നമ്മുടെ മനസ്സ് കേൾക്കരുത്. നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ മനസ്സ് അത് കേൾക്കാൻ പോലും പാടില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ നൈസ് ഹാബിറ്റ്. ആർക്കെങ്കിലും ആ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് ഇറ്റ് അവേ ഫ്രം യുവർ ലൈഫ്. ബിക്കോസ് നമ്മുടെ ലൈഫ് ഇസ് സോ പ്രഷ്യസ് ദാറ്റ് യു ഷുഡ് നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് സില്ലി തിങ്സ്. ഞാൻ സില്ലിനെ അതിന് പറയുള്ളൂ. ബിക്കോസ് പലരുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് അങ്ങോട്ട് പോട്ടെ. അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ വേർഡ് ഇൻഫ്ലുവൻസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇതൊരു 10 സെക്കൻഡ് പോലും ഞാൻ തരില്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഇതിലൊരു ഉത്തരം ഉണ്ടാവും. പലരും പറയും എൻ്റെ അമ്മയാണ്. കറക്റ്റ്. എത്ര പേര് അമ്മ എന്ന് പറഞ്ഞു? കമൻറ്റ് ബിലോ. എത്ര പേര് അച്ഛൻ എന്ന് പറഞ്ഞു? എത്ര പേര് ടീച്ചർ എന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മാതാ, പിതാ, ഗുരു, പിന്നെ ദൈവം? എന്തുകൊണ്ടാണ് ഈ 4 പേര് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്? ബിക്കോസ് നമുക്കറിയാം ഇവരാണ് നമ്മളെ ഏറ്റവും നല്ല വഴിയിൽ നയിക്കാൻ ശ്രമിക്കുന്നവർ. അവരെങ്ങനെ നടക്കുന്നു എന്നുള്ളത് നോക്കണ്ട. ചിലപ്പോൾ അമ്മ
നമ്മളെ പഠിപ്പിച്ചത് വേറെ, ചെയ്യുന്നത് വേറെ ആയിരിക്കും. അച്ഛൻ പഠിപ്പിച്ചതൊന്ന്, ചെയ്യുന്നത് വേറെ. അച്ഛൻ സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു അച്ഛനായിരിക്കാം. പക്ഷേ നമ്മൾ അവിടെ കാണാൻ ശ്രമിക്കുന്നത് എന്താണ്? അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശമാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അച്ഛൻ വലിക്കുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ വലിച്ചത് എന്താ? നെവർ, നെവർ. അതല്ല, അവർ പറയുന്ന വാക്ക് നമ്മൾ എന്ന് കേൾക്കുന്നോ അന്നാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ റെഡിയായി എന്ന് അതിൻ്റെ അർത്ഥം. പലരും ഫ്രീക്ക് ഔട്ട് ചെയ്യാനും ഉഴപ്പാനും ഉള്ളൊരു മാർഗമായിട്ടാണ് പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യട്ടെ, അത് ഞാൻ ഫോളോ ചെയ്തിട്ട് പറയും, അവൻ്റെ കാരണമാണ് ഞാൻ ചെയ്തത് എന്ന് പറയും. അല്ലെങ്കിൽ ആ സിനിമയുടെ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ അവരുടെ കാരണമാണ് ഇങ്ങനെയുടെ, എൻ്റെ കൂട്ടുകാരിങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തത് എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മോനെ നീ ഇങ്ങനെ ആയിപ്പോയത്? എൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ അങ്ങനെ പിയർ പ്രഷർ. ഞാൻ പഠിക്കുമ്പോഴും ആ വേർഡ് ഉണ്ടായിരുന്നു, ഇനി നിങ്ങളുടെ മക്കൾ പഠിക്കുമ്പോഴും ആ വേർഡ് ഉണ്ടാവും. ഇനി എത്ര ജന്മങ്ങളെടുത്താലും ആ വേർഡ് അങ്ങനെ കിടക്കും. പിയർ പ്രഷർ. വാട്ട് ഈസ് പിയർ പ്രഷർ? മറ്റുള്ളവരുടെ കൂടെ ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി നമ്മളുടെ സ്വഭാവം നല്ലതിന് വേണ്ടിയല്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്ത് അവരുടെ കൂടെ ഫിറ്റ് ഇൻ ചെയ്യാൻ നമ്മുടെ നല്ല സ്വഭാവത്തിനെ മാറ്റിവെച്ച് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പം അത് നെഗറ്റീവ് പിയർ പ്രഷർ. പലപ്പോഴും സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പിള്ളേർ ഭയങ്കര പൊത്തി അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വളർത്തും. എന്നിട്ടൊരു 11th 12th ഒക്കെ കഴിയുമ്പോൾ പതുക്കെ നല്ല പോലെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനും അമ്മയും വിശ്വസിച്ച് ഇവരെ പല പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടും. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പുറത്തു പോയി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവരുടെ ലൈഫിൽ ഫ്രീഡം എന്നുള്ളൊരു സാധനം ഇവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. വീട്ടിൽ വന്നോന്ന് ചോദിക്കാൻ ആളില്ല. ഇനിയിപ്പോൾ ചോദിച്ചാൽ തന്നെ വീട്ടിലല്ലെങ്കിൽ അമ്മയെടുത്ത് വീടെത്തി അമ്മേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആര് ചോദിക്കാൻ പോകുന്നു? ആരാ അന്വേഷിക്കാൻ പോകുന്നത്? നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ബങ്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നടക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതെല്ലാം നിങ്ങൾ അഫക്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നെഗറ്റീവായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേരാനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് പിയർ പ്രഷർ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, ആ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നോ ബഡി ക്യാൻ അഫക്റ്റ് യു. ഒരു 5 പേരുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ, നിങ്ങളൊരു സ്മാർട്ട് പയ്യനാണെങ്കിൽ, എനിക്കിത് വേണ്ട ബ്രോ, ഞാനത് തൊടാറില്ല, എൻ്റെ അപ്പന് കൊടുത്ത വാക്കാ, എൻ്റെ അപ്പൻ വലിക്കും പക്ഷെ എൻ്റെ അപ്പനെ ഞാൻ കൊടുത്ത വാക്കാ, ഞാൻ വലിക്കില്ല ബ്രോ, ഇത് പറയുന്ന പയ്യൻ്റെ മുഖത്ത് വരുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് മതി ആ ഗ്രൂപ്പിലുള്ള 5 പേരിൽ ചിലപ്പോൾ ഒരു 3 പേരും ഇവനെ കണ്ടിട്ട് 5-6 ദിവസം ഇവർ വലിക്കും. എൻ്റെ നോക്കുമ്പോൾ പറയും, എടാ നമുക്ക് വേണ്ടടാ, അവൻ വലിക്കും. അവർക്ക് മനസ്സിലാവും അതിലാണ് പവർ. വെൻ യു ഡോണ്ട് ഡൂ സംതിങ് നെഗറ്റീവ്, അതിലും ഒരു പവറുണ്ട്. അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം, കണ്ണിൽ നോക്കി പറയണം. ചിലർ ഫോഴ്സ് ചെയ്യും, എടാ ഒരു സിപ്പ് അടിക്കടാ എന്ന് പറയും. ഒരു സിപ്പിലാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഒരു സിപ്പല്ലേ, ആ സിപ്പാണ് പാടില്ലാത്തത്. അപ്പം നിങ്ങൾ കണ്ണി നോക്കി പറയണം, ബ്രോ എൻ്റെ അമ്മയ്ക്കും അച്ഛനും കൊടുത്ത വാക്കാണ് ബ്രോ, ഐ കാൺട്ട്. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെ, പക്ഷെ എൻ്റെ ഫാമിലി കംസ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ റെസ്പെക്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷേ ഇത് ചെയ്താലേ നിങ്ങളുടെ ഫ്രണ്ട് ആവാൻ എനിക്ക് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട ബ്രോ, സോറി, ഞാൻ നാളെ തൊട്ട് ഈ ഗ്രൂപ്പിൽ ഞാൻ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ നോക്കിയോളാം. ഐ കെയിം ഹിയർ ടു സ്റ്റഡി. ഇത് ഒറ്റ കേൾക്കുന്നവർക്ക് പോലും നിങ്ങളുടെ കൂടെ ഫ്രണ്ട് ആവാൻ തോന്നും. ദിസ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. എ പേഴ്സണാലിറ്റി ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് അക്കോർഡിംഗ് ടു ക്ലൈമറ്റ് ചേഞ്ച്. വെതർ മാറുമ്പം അവൻ്റെ സ്വഭാവം മാറും. അവൻ എവിടെ പോകുന്നോ ആ സ്വഭാവത്തിലാണ് അവൻ്റെ. പക്ഷെ നല്ലതാട്ടോ, അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളെല്ലാവരും കൂടെയും അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ ഇഫ് യു ആർ ചേഞ്ചിങ് ഇൻ ടു എ നെഗറ്റീവ് ക്യാരക്ടർ, ദാറ്റ് മീൻസ് യുവർ പേഴ്സണാലിറ്റി ഈസ് നോട്ട് ഫിക്സ്ഡ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ്, ആർട്ട് ഓഫ് ബാലൻസിങ് ആണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? വാട്ട് ഈസ് ബാലൻസിങ്? നമ്മുടെ ലൈഫിൽ പല പല ഗോൾസ് ഉണ്ട്, പല പല മോട്ടീവ്സ് ഉണ്ട്, റൈറ്റ്? നമുക്ക് ഇതാവണം, അതാവണം, നല്ലൊരു ഫാമിലി വേണം. വൺ ഓഫ് ദ മെയിൻ തിങ്സ് ആൾക്കാർ ഫസ്റ്റ് പറയുന്നത്, ഐ നീഡ് എ ഗുഡ് ഫാമിലി. ഫാമിലി ആണ് വൺ ഓഫ് ദ മോസ്റ്റ്, അല്ലേ? കറക്റ്റ് അല്ലേ? ഫാമിലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. രണ്ടാമത്, ഐ വോണ്ട് ടു ബി ഇൻ്റലിജൻറ്റ്, ഐ വോണ്ട് ടു ബി സ്മാർട്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ അവിടെ വരുന്നുണ്ട്. അനദർ തിങ് ദേ സേ, ഐ വോണ്ട്
ഗുഡ് ഫ്രണ്ട്സ് ഓൾസോ, കറക്റ്റ്. വി ഓൾ വോണ്ട് ഫ്രണ്ട്സ്. എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഹു ഹാവ് ഗ്രേറ്റ് ഗുഡ് ഇൻഫ്ലുവൻസ്. വെനെവർ വി ആർ ടുഗെദർ ഐഡിയാസ് ഹാപ്പൻ. ഐഡിയാസാണ് അവിടെ ഉണ്ടാവുന്നത്. വെനെവർ വി മീറ്റ് ഗ്രേറ്റ് കോൺവെർസേഷൻസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓരോ പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ ബെറ്ററായിട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനത്തെ ഫ്രണ്ട്സാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് സച്ച് ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അനദർ തിങ് ഈസ് മണി. ഓഫ് കോഴ്സ് നമ്മൾ പറയും പൈസ അല്ല, പൈസ ആവശ്യമാണ്. എനിക്ക് പൈസയുടെ ആവശ്യമില്ല എന്നുള്ളൊരു സാധനം മൈൻഡ് സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പൈസ നമ്മുടെ അടുത്ത് വരില്ല. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ദ ഹാർഡ് വേ. എൻ്റെ പേഴ്സ്, ഇത് ശ്രീനിക്ക് അറിയാവുന്നൊരു കഥയാണ്. പണ്ട് ഞാൻ വിചാരിച്ചു പൈസയിലൊക്കെ എന്തിരിക്കും, ഇത് എല്ലാവരും പറയുമല്ലോ പൈസയിൽ എന്തിരിക്കും, ഇങ്ങനെ കാണിച്ചിട്ട് കിട്ടുന്ന പൈസയ്ക്ക് റെസ്പെക്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ ദെൻ മണി വിൽ നോട്ട് കം ടു യു. ഇപ്പം ഇന്ന് തന്നെ നമ്മൾ തുടക്കത്തിൽ എന്താ പറഞ്ഞത്, വയനാട്ടിൽ ഒരു വലിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് നിങ്ങൾക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക? യു ഹാവ് ടു ഗിവ് ഫിനാൻഷ്യൽ എയ്ഡ്. അതാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് വൺ ഓഫ് ദ മെയിൻ മാർഗ്ഗങ്ങൾ അതൊന്നാണ്. ഐ എം ജസ്റ്റ് ഗിവിങ് എൻ എക്സാമ്പിൾ. സോ മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പം, ഗോൾ സെറ്റ് ചെയ്യുമ്പം ഫാമിലി, ഫ്രണ്ട്സ്, എഡ്യൂക്കേഷൻ, മണി, കരിയർ. നിങ്ങളുടെ കരിയർ സെറ്റ് ആകുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലൊരു ബാലൻസ് കൊണ്ടുവരണം. ഇതിലും കൂടുതൽ നമുക്ക് ഇനി കൊണ്ടുവരാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഹെൽത്ത് വെക്കാം. ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പലരും ഇതെല്ലാം അച്ചീവ് ചെയ്തിട്ട് അവസാനം ഹെൽത്ത് പോയ കാര്യമുണ്ടോ? അപ്പോൾ ഹെൽത്ത് വാല്യൂ ചെയ്യാത്തവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹെൽത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള സാധനം പിന്നെ നമ്മൾ തൊടുവോ? ഇല്ല. ഫുഡാണെങ്കിലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പോകണമെങ്കിൽ ഹെൽത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ബിക്കോസ് നമുക്ക് കാറുകൾ ഇങ്ങനെ മാറ്റാം, ഉടുപ്പ് മാറ്റാം, പക്ഷേ ബോഡി അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാ വർഷവും ഞാനൊരു പുതിയ ബോഡി വാങ്ങിക്കുന്നുണ്ട്, പറ്റുമോ? ഇല്ല. സോ വി നീഡ് ടു മേക്ക് ഷുവർ എത്ര വയസ്സ് വരെ നിങ്ങളെല്ലാവരും ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ എത്ര വയസ്സ് വരെ ജീവിച്ചാലും ഈ ഒരു ശരീരമാണ് നമ്മുടെ ഓൺലി വെഹിക്കിൾ. ഒരു തലവേദന വന്നാൽ നിങ്ങൾക്കറിയാം അന്നത്തെ ദിവസം പോയി കിട്ടും. കറക്റ്റല്ലേ? വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഡീഹൈഡ്രേഷൻ. സോ സ്റ്റാർട്ട് ടുഡേ ബൈ ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ. ഇപ്പം തന്നെ നിങ്ങൾ പലരും വെള്ളം രാവിലെ തൊട്ട് ഒരു ഗ്ലാസ് പോലും കുടിക്കാത്തവരിത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് കാണുക. ബിക്കോസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേ ടു ലവ് യുവർ സെൽഫ്. ഡ്രിങ്ക് വാട്ടർ. കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കുക, കറക്റ്റ് ടൈമിന് ഉറങ്ങുക. ഇപ്പം എൻ്റെ അടുത്ത് അത് ചോദിക്കരുത്, ബിക്കോസ് അതെനിക്ക് 2 പിള്ളേരുണ്ട്. എനിക്ക് അടുത്ത വർഷം ഞാൻ പറയാം. പക്ഷേ ഉറക്കം ഇപ്പം എനിക്ക് ഒരു ട്രിക്കി സാധനമാണ്, ബിക്കോസ് അമ്മമാർക്ക് മനസ്സിലാവും. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഡെയിലി ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. ഐ എം വർക്കിംഗ് ഔട്ട്. ശ്രീനിയുടെ അടുത്ത് ചോദിക്കാം. ഐ എം ടേക്കിംഗ് കെയർ ഓഫ് മൈ ഹെൽത്ത് ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഹെൽത്ത്, ഒരു ഹെൽത്തി ബോഡി. സോ അതും നമ്മളിവിടെ വെക്കുകയാണ്. ഇനി ദി ആർട്ട് ഓഫ് ബാലൻസിങ്. ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ ഫാക്ടേഴ്സ് നിൽക്കുകയാണ്. ഹൗ ഡു യു ബാലൻസ് ഇറ്റ്? ചിലർ വർക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പലരും എന്താ ചെയ്യുന്നറിയോ? ഒരു പ്രായം കഴിഞ്ഞാൽ, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി. ഇത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. നോ ഇഷ്യൂസ്. ബിക്കോസ് ഇത്രയും വർഷം ഐ ടെൽ യു ദ ഇക്വേഷൻ ഹൗ ഇറ്റ് വർക്ക്സ്. ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക, ഇതാണ് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം. എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ രീതിയിൽ ഞാനിത് പറയാം, ബിക്കോസ് ഇറ്റ്സ് എ ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ടു എക്സ്പ്ലെയിൻ. നമുക്ക് ഫാമിലി എന്നുള്ളൊരു ബബിൾ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ വന്നത്? ജനിച്ചപ്പോൾ തൊട്ടേ ഉണ്ട്. കറക്റ്റാണോ? യെസ്. രണ്ടാമത് ഫ്രണ്ട്സ് എടുക്കുക. ഫ്രണ്ട്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ എപ്പോഴായിരിക്കും വരുന്നത്? ഒരു 7 വയസ്സ്, ഒരു 8 വയസ്സാകുമ്പോഴാണ് ബോധം വന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ. ആദ്യമൊക്കെ LKGയിലെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ക്യാരക്ടർ ഫോം ചെയ്തതിന് ശേഷമാണ് ഫാമിലി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്സ്, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഇമോഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സർക്കസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ജഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് ഇങ്ങനെ ചെയ്യുക? അവർ 2 ബോൾ, ആദ്യം അയാൾ 1 ബോൾ ഇങ്ങനെ ചെയ്യും,
എന്നിട്ട് അയാൾ 2 ബോൾ ജഗ്ലിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ജഗ്ലിംഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ബോൾ വന്നു. 2 ബോളിനെ അയാളിങ്ങനെ ജഗ്ലി ചെയ്യും. 3ാമതൊരു ബോൾ ഒരുത്തൻ അവിടെ നിന്ന് എറിയും. ചിലപ്പോൾ ഒരു ക്ലൗൺ ആയിരിക്കും, അയാൾ എറിയുമ്പോൾ ഒരു ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്. എങ്കിലും അവൻ എങ്ങനെയോ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യും, ആ 3 ബോളും അവൻ ബ്യൂട്ടിഫുള്ളായിട്ട് ഹൈറ്റിലൊക്കെ എറിയും. പെട്ടെന്നൊരു 4ാമത്തെ ബോൾ വരും, 5ാമത്തെ ബോൾ വരും, 6ാമത്തെ ബോൾ വരും, 7ാമത്തെ ബോൾ വരും, 8ാമത്തെ ബോൾ വരും. ഏറ്റവും കൂടുതൽ ബോൾ വരുമ്പോഴാണ് ഏറ്റവും വലിയ കൈയടി. ഒരു ബോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ആരെങ്കിലും കൈയടിച്ചാ? ഇല്ല. 2 ബോൾ വന്നപ്പോൾ ഓക്കെ, ഇതെനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു ഓഡിയൻസിലെ ആൾക്കാർ ചിന്തിച്ചാണ്. പക്ഷെ ഒരു 10-15 ബോളുകൾ അവൻ ഇങ്ങനെ ചെയ്തപ്പോൾ ആൾക്കാരിങ്ങനെ സ്തംഭിച്ചു നിന്ന് നോക്കുകയാണ്. അവൻ എങ്ങനെയാ ചെയ്യുന്നേ? ബിക്കോസ് ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കറക്റ്റ്. ഇനി ഇതേ കോൺസെപ്റ്റ് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന 4-5 ബബിൾസാണ് ഇവിടെ ഉള്ളത്. എത്ര പേരാണ് ഇത്രയും സാധനങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് താഴെ വീഴാണ്ട് നിങ്ങളെ കൊണ്ട് ഇതിൽ എത്ര എണ്ണം ജഗിൾ ചെയ്യാൻ പറ്റും? പലരും പറയും ഞാൻ ഫാമിലിയും കരിയറും ജഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട്ഷിപ്പ് കൈവിട്ടുപോയി. ഫ്രണ്ട്ഷിപ്പ് അത് കോളേജ് കഴിഞ്ഞിട്ട് കൈവിട്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വർഷത്തിലൊരിക്കൽ വിളിക്കും, കൈവിട്ടുപോയി. ചിലർ പറയും ഞാൻ ഹെൽത്തും ഫാമിലി നോക്കുന്നുണ്ട്, കരിയർ കൈവിട്ടുപോയി. ചിലർ പറയും എനിക്ക് പൈസയുണ്ട്, ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഐ ഹാവ്, ഫാമിലി കൈവിട്ടുപോയി, എൻ്റെ മക്കൾ എന്നെ വിളിക്കാറുകൂടിയില്ല എന്ന് പറയും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര റിച്ച് ആൾക്കാരാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹെൽത്തി ആൾക്കാരാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ ഒരു വലിയ കുടുംബത്തോടെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇവർക്കൊക്കെ എവിടേക്കും ഒരു ബാലൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ലൈഫിൽ ഇനിയിപ്പോൾ പലരും പറയും എനിക്ക് ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല, ദെൻ ഇറ്റ്സ് ഗുഡ്. പലരും പറയും എനിക്ക് ഫാമിലിയുടെ ആവശ്യമില്ല, ഓക്കെ, ദാറ്റ്സ് യുവർ ഡിസിഷൻ. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കിതെല്ലാം വേണം, പേർലി ഐ വാണ്ട് ഓൾ ദിസ്, ഹൗ ഡു ഐ ഡു ഇറ്റ്? എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, അത് എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്നൊരു കാര്യം, പണ്ട് എനിക്ക് ഇല്ലാണ്ടിരുന്നൊരു സാധനമാണ് ഈ ബാലൻസിങ്. വർക്ക് മാത്രം ചെയ്യുമായിരുന്നു. വീട്ടിലെ പല കല്യാണങ്ങളും, അതായത് എൻ്റെ സ്വന്തം കസിൻസിൻ്റെ കല്യാണങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടം പറയുമായിരുന്നു, എന്താടി നീ ഇത് ഒന്നിനും വരാത്ത, എല്ലാവരും എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയാം അമ്മ ഇങ്ങനെ പറയും. പക്ഷേ ഐ അണ്ടർസ്റ്റുഡ് കരിയർ വാസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബോൾസ് ഇൻ മൈ ലൈഫ്. ഇത്രയും വലിയൊരു പെട്ടെന്ന് നമ്മളതിന് യൂസ് ടു അല്ല. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഫാമിലി, ഫ്രണ്ട്സ്, ഇത് രണ്ടും നമുക്ക് ജനിച്ചപ്പോൾ തൊട്ടേ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ നമ്മളതിനെ ബാലൻസ് ചെയ്ത് പഠിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബാലൻസ് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ, ഫ്രണ്ട്സ്, ഫാമിലി. എഡ്യൂക്കേഷൻ, ഫ്രണ്ട്സ്, ഫാമിലി. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ കംഫർട്ടബിളാണ്. പെട്ടെന്ന് ജോലി എന്നൊരു സാധനം വന്നപ്പോൾ ഇതൊരു അൺപ്രഡിക്റ്റബിൾ സാധനമാണ്. ഇതിൽ കുറച്ച് ഹാർഡ് വർക്ക് ഇടണം അല്ലേ? അപ്പോൾ ആ ബോൾ വന്നപ്പോൾ പലരുടെ എന്ത് പറ്റി? പെട്ടെന്ന് ഫാമിലി താഴെ വീണു. പക്ഷേ കുഴപ്പമില്ല, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട്സ് കരിയർ, എഡ്യൂക്കേഷൻ, അവരിങ്ങനെ ബാലൻസ് ചെയ്ത്. അപ്പോൾ പെട്ടെന്ന് കുറച്ച് കരിയറാണ് ഏറ്റവും വലിയ കുറുമ്പൻ. അപ്പോൾ ആ ബോൾ ഭയങ്കര ഹെവി ആവാൻ തുടങ്ങിയപ്പോൾ ചിലരെന്ത് ചെയ്തു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇവനെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്കിയെല്ലാം തിരിച്ച് പറക്കിയെടുക്കാം. പലരും ഇങ്ങനത്തെ ഒരു മെക്കാനിസത്തിലൂടെയാണ് ആ ഒരു ആദ്യത്തെ ഒരു 4-5 വർഷം കരിയർ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് കരിയർ ഡിസേർവ്സ് എ ലോട്ട് ഓഫ് അറ്റൻഷൻ. ബിക്കോസ് ഈ കരിയർ, ഈ ബോൾ നിങ്ങൾക്ക് സെറ്റായാലാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ കരിയർ എന്താണ്, നിങ്ങളുടെ പാഷൻ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ടാലൻ്റ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ ടയേർഡ് ആക്കാത്ത വർക്ക്, ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡവും ഒരു പവറും നിങ്ങൾക്കുണ്ടെങ്കിൽ യു ഷുഡ് ചൂസ് ദാറ്റ് എന്നാണ് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഈ കരിയർ. അതെന്തുമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ, എൻജിനീയർ, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു ബ്യൂട്ടിയുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ നമ്മളത് ചെയ്യണം. റീസെൻ്റ്ലി ഞാൻ ഊബറിൽ
ഞാൻ ഊബറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ശ്രീനിയാണ് എനിക്ക് വേണ്ടി ഊബർ ബുക്ക് ചെയ്തത്. ആലുവയിലേക്ക് ഞാൻ പോവാണ്. അപ്പം ഞാൻ ഊബറിൽ കയറി ഇരുന്നിട്ട് മറ്റേ പിൻ കോഡ് ചോദിച്ചു. അപ്പം ഞാൻ പിൻ നമ്പർ പറഞ്ഞിട്ട്, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ പിന്നെ എവിടെ ചെന്നാലും കഥ പറയുമല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പേര് ചോദിച്ചു. അദ്ദേഹം മാസ്ക് ഇട്ടിരിക്കുകയാണ്. അത് പേര് മാത്രം പറഞ്ഞു, മാസ്ക് ഊരുന്നില്ല, എൻ്റെ അടുത്ത് ഹായ് ഒന്നും പറയുന്നില്ല. ആലുവ വരെ കുറച്ച് നേരം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞേ, പനിയാണോ എന്ന് ചോദിച്ചു. ഇല്ല 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 ഇല്ല, ഞാൻ ചുമ്മാ മാസ്ക് ഇട്ടതാ. ഞാൻ പറഞ്ഞു, കോവിഡൊക്കെ പോയിട്ട് കുറേ നാളായി. അല്ല, ഇത് എൻ്റെ ജോലി ഇതല്ല, ഞാനിത് വെറുതെ ചെയ്യുന്ന പണിയാണ്, പേളി ചേച്ചിനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു ആ പയ്യൻ. ഞാൻ പറഞ്ഞു, മാസ്ക് ഊരിക്കോ, അതിനെന്താ? അവനൊരു ചമ്മൽ. ഞാൻ പറഞ്ഞു, മോനെ, നീ നിൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. ആൻഡ് യു ഹാവ് നോ ഐഡിയ അറ്റ് ദിസ് ഏജ്. ഐ റെസ്പെക്റ്റ് യു. അതേത് വർക്കാണെങ്കിലും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. യു ഡോണ്ട് വെയർ എ മാസ്ക്, ബി പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞു. നീ ഉള്ളതുകൊണ്ടല്ലേ ഞാനിവിടെ സേഫായിട്ട് നീ എന്നെ വീട്ടിലെത്തിക്കുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അതേത് ജോലി ചെയ്താലും നിങ്ങളത് എംബ്രേസ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ടയേർഡാവില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഏതൊരു ജോലിയും, വയനാടിൻ്റെ എക്സാമ്പിൾ തന്നെ ചെയ്യാം. ആ ജോലി പോലും അല്ല, എത്ര പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നറിയോ? അവർക്കൊക്കെ സാലറി കൊടുത്തിട്ടാണോ അവർ പോയി വർക്ക് ചെയ്യുന്നത്? ആ മഴയത്തും ചെളിയിലും അവരുടെ സ്വന്തം ജീവൻ പണയം വെച്ചല്ലേ അവർ പോയി രക്ഷാപ്രവർത്തനം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്നത് എന്താണെങ്കിലും അത് ഏറ്റവും നന്നായി ചെയ്യണം എന്നുള്ളൊരു വിചാരം ഉള്ളതുകൊണ്ടാണ് അവരത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ദേ ലവ് വാട്ട് ദേ ഡൂയിങ്, ദേ ഫീൽ ദേ ഹാവ് എ പേർപ്പസ്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ കരിയറും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഏത് ജോലിയാണെങ്കിലും, അത് ഡോക്ടർ ആണെങ്കിലും എൻജിനീയർ ആണെങ്കിലും, വട്ട് എവർ ഇറ്റ് ഇസ്, നമ്മുടെ ഏറ്റവും മാക്സിമം നമ്മൾ കൊടുക്കുക. സോ ദാറ്റ് ഈസ് കരിയർ ഫോർ യു. സോ നമ്മൾ ബാലൻസിങ്ങിനെ കുറിച്ച് പറയുമ്പം കരിയർ വരുമ്പോഴാണ് പലരും ഈ ബോളുകൾ, ബാക്കി സാധനങ്ങൾ താഴെ ഇടുന്നത്. പക്ഷേ വൺസ് കരിയർ നിങ്ങളുടെ കയ്യിൽ സെറ്റായി കഴിഞ്ഞാൽ യു ഷുഡ് മേക്ക് ഷുവർ ബ്രിങ് ബാക്ക് ദ റെസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ഇൻ യുവർ ലൈഫ്. ഫാമിലി, ഫ്രണ്ട്സ്, ഹെൽത്ത്, എവറിത്തിങ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റ് ഞാൻ വിട്ടുപോയി. അത് വിട്ടതല്ല, നിങ്ങൾ ആരെങ്കിലും അതിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാനും കൂടിയാണ്. മൈ സെൽഫ്. നിങ്ങളെല്ലാവർക്കും വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഫേഷ്യൽ ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന ടൈം. ഞാൻ എനിക്ക് വേണ്ടി തന്നെ അതാണ് സ്പെൻഡ് ചെയ്യുന്നത്, എൻ്റെ നഖം വെട്ടുന്ന സമയം. അതല്ല, നിങ്ങളുടെ മനസ്സിന് വേണ്ടി നിങ്ങളോട് സംസാരിക്കാൻ, അതിനും നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ടെത്തണം. where you connect with yourself. ചില ഫോണൊക്കെ പറയില്ലേ ഫാസ്റ്റ് ചാർജർ. ഇപ്പം നമ്മൾ പേളി ടെക്നിക്കിൽ പറയും ലൈറ്റ്നിങ് ചാർജറാണത്. അതായത് അത് കുത്തിയിട്ടാൽ 10 മിനിറ്റിൽ അത് ഫുൾ ചാർജ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ ഫോൺ വരുന്ന പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ കൂടെ കണക്ട് ചെയ്താൽ 5 മിനിറ്റ് മതി ഒരു ദിവസം. ഡെയിലി കണക്ട് വിത്ത് യുവർ സെൽഫ് 5 minutes ആൻഡ് ജസ്റ്റ് ടെൽ യു സേ ബ്രോ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, യു ആർ ദ ബെസ്റ്റ്, ഐ ലവ് യു, നിന്നെക്കൊണ്ടിത് പറ്റും, ടുഡേ ഈസ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറയുന്ന ആ വേർഡ്സ്, ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാണ്ട് നമ്മുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക. സോ ദാറ്റ് ഈസ് അനദർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബോൾ ഇൻ യുവർ ലൈഫ്. ഇതിൽ ഏത് ബോൾ വിട്ടുപോയാലും നിങ്ങൾ പറയും ഹെൽത്താണ് ഇപ്പോൾ വിട്ടുപോയിരിക്കുന്നത്. വെരി സോറി, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ പറയാം അപ്പോൾ ഫാമിലിയോ? ഫാമിലി പോയില്ലേ, എഫേർട്ട് ഇടണം. നിങ്ങൾ പറയാം എൻ്റെ വർക്ക് അങ്ങനെയാണ്, പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് ടൈം. നിങ്ങളുടെ വർക്ക് നേരത്തെ തീർക്കുക, അല്ലെങ്കിൽ ഡു സംതിങ് ആൻഡ് മേക്ക് ഷുവർ യു മേക്ക് ടൈം ഫോർ യുവർ ഫാമിലി. ഇറ്റ് കുഡ് ബി എ കോൾ, ഇറ്റ് കുഡ് ബി സംതിങ്. ഫ്രണ്ട്സിനെ ഇടയ്ക്ക് catch-up with them. ഇതിൻ്റെ ഇടയിൽ ഫിനാൻസ് വരുന്ന സമയത്ത് whenever you get a salary or when you're getting money, make sure you invest or save it, use it wisely. പലരും ചെയ്യുന്നൊരു വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരു സാലറി വരുമ്പോൾ ബൈ ദ എൻഡ് ഓഫ് ദ മന്ത് ദേ ഡോണ്ട് ഹാവ് എനി മണി എന്ന് പറയുന്നത്. അത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നൊരു സാധനമുണ്ട്. അതെനിക്ക് ഒട്ടും ഇല്ലാണ്ടിരുന്നൊരു കാര്യമാണ്. ഒരു ദിവസം എൻ്റെ ഡാഡി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ക്രെഡിറ്റ് കാർഡ് കട്ട് ചെയ്ത് കളഞ്ഞു എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ബിക്കോസ് ഐ ഗോട്ട് എ ക്രെഡിറ്റ് കാർഡ്. ചുമ്മാ എനിക്കൊരു ക്രെഡിറ്റ് കാർഡ്. അന്ന് ഞാൻ 24 years ഓൾഡാണ്. ഞാനന്ന് ദുബായിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഒരു വലിയ എമൗണ്ട് ഇങ്ങനെ കിടക്കുക. ഡാഡി ഗോട്ട് സോ ആംഗ്രി
ആൻഡ് ഐ സെഡ് വൈ ഡാഡ്, ലൈക്ക് ഇത് അതിനുള്ളതല്ലേ. ഞാൻ അപ്പോൾ ഡാഡി വാങ്ങി ഇത് അതിൻ്റെ അനുസരിച്ച് നിൻ്റെ കയ്യിൽ സാലറി വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല. മനസ്സിലായോ? ഒരു പ്ലാനില്ല. ഒരു നല്ല ബാഗ്, നല്ല മേക്കപ്പ്, നല്ല പെർഫ്യൂം, ദാറ്റ്സ് വാട്ട് വി ഡു, റൈറ്റ്? അപ്പോൾ വി ഷുഡ് ഓൾവേസ് ഹാവ് ഫൈനാൻസിനെ പ്ലാൻ ചെയ്ത് എதை பண்ணாலும் പ്ലാൻ பண்ணണം. ഓക്കെ എന്ന് വടിവേലു പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് പ്ലാൻ ചെയ്താൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മറ്റൊന്നില്ല. ഇവിടെയും പിയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റാണ്. പുറത്തുപോയി ജോലി ചെയ്യുന്ന പല കുട്ടികൾക്കും അവർക്ക് സേവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ കൂടെയുള്ള പയ്യന്മാരും പെൺപിള്ളേർക്കൊക്കെ വേറെ സോഴ്സ് ഓഫ് റവന്യൂ ഒക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് പോക്കറ്റ് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്കതില്ലെങ്കിൽ ഡോണ്ട് ട്രൈ ടു ഫിറ്റ് ഇൻ. അവർ പോയി കഴിക്കുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു ഈറ്റ് ഓൾ ദാറ്റ്. നിങ്ങൾക്ക് അവരോട് ഹാങ് ഔട്ട് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ ഫുഡ് എക്സ്പെൻസസ് നിങ്ങൾ കറക്റ്റ് ആക്കാൻ നോക്കുക. അനാവശ്യമായിട്ട് ചിലവ് ചെയ്യരുത്. കുറച്ച് അരിയും പരിപ്പൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുക, തക്കാളി. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പ്രിപ്പയർ യുവർ ലഞ്ച്. ആ ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ടെൽ യുവർ സെൽഫ് ഐ എം പ്രൗഡ് ഓഫ് യു, യു ആർ സോ ഇൻഡിപെൻഡൻറ്റ്. എന്താണ് പറയേണ്ടത്? യു ആർ സോ ഇൻഡിപെൻഡൻറ്റ്. നിൻ്റെ ഭക്ഷണം നീ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നീ കഴിക്കുന്ന ഫുഡ് അത് നിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. അമ്മേനെ വിളിച്ച് ചോദിക്കുക, അമ്മേ പരിപ്പിൽ എന്താ ഇടുക, പച്ചമുളകാണോ വെളുത്തുള്ളിയാണോ? ബിക്കോസ് ഡെയിലി പുറത്തുനിന്ന് കഴിക്കുന്നത് 2 ബോളാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. ഏതാണ്? മണി ആൻഡ് കറക്റ്റ് ഹെൽത്ത്. ഡെയിലി പുറത്തുനിന്ന് കഴിച്ചാൽ രണ്ടും ഇച്ചിരി ഒന്ന് ഡാമേജ് ആവാൻ. വല്ലപ്പോഴും പോവാം, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാം, കഴിക്കാം. അപ്പോൾ വി ഷുഡ് ബിക്കം വാട്ട്? ഇൻഡിപെൻഡൻറ്റ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. വി ഷുഡ് സ്റ്റാർട്ട് സേവിങ്. വി ഷുഡ് ഹാവ് പ്ലാനിങ്. വരവും ചിലവൊക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓട്ട പോലെ ഇങ്ങനെ പോകാണ്ട് വി ഷുഡ് ഓൾ പ്ലാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസിങ്, ആർട്ട് ഓഫ് ബാലൻസിങ്ങിൽ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. സോ ഓൾ ഐ വോണ്ട് ടു സേ ഈസ് നമ്മുടെ ലൈഫ് ക്യാൻ ബി ബ്യൂട്ടിഫുൾ ഓർ ഇറ്റ് ക്യാൻ ബി എ മെസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഇപ്പം നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് നിങ്ങളൊന്ന് വെറുതെ ഒന്ന്, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിലേക്ക് നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് നോക്കൂ. എങ്ങനെയാണ് ആ ബെഡ്റൂം ഇരിക്കുന്നത്? ഇസ് ഇറ്റ് ക്ലീൻ ഓർ ഇസ് ഇറ്റ് എ മെസ്? ഇഫ് ഇറ്റ് ഇസ് എ മെസ്, അതായത് ഒരു മെസ് എന്ന് വെച്ചാൽ അറിയാലോ, അളിവിളിയായിട്ടാണോ കിടക്കുന്നത് അതോ വൃത്തിയായിട്ടാണോ കിടക്കുന്നത്? അളിവിളിയായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ മതി. ചോദ്യം ഇതാണ്: ഇതിന് ഉത്തരവാദി ആരാണ്? ആരാണ്? നിങ്ങളുടെ ഫ്രണ്ട്സാണോ? അല്ല. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? നിങ്ങൾ തന്നെയാണ്. ബിക്കോസ് അത് നിങ്ങളുടെ റൂമാണ്. അത് നിങ്ങൾക്ക് മാത്രം ആക്സസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ റൂം ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ് എന്ന് പറയുന്നത് പോലെ, ഐ എം ജസ്റ്റ് ഗിവിങ് യു എ സിമ്പിൾ എക്സാമ്പിൾ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി. യെസ് പറയേണ്ടടുത്ത് യെസ് പറയാൻ പഠിക്കുക, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയാൻ പഠിക്കുക. അല്ലാണ്ട് ഞങ്ങൾ പഴയ നമ്മുടെ Q&Aയിൽ ഞാൻ പറഞ്ഞതുപോലെ സ്നോ എന്ന് പറയാണ്ടിരിക്കുക. യെസ് പറയേണ്ടടുത്ത് എന്ത് പറയണം? നിങ്ങൾ ഒച്ചത്തിൽ പറഞ്ഞു, കുഴപ്പമില്ല, എൻ്റെ ബോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പറഞ്ഞോളൂ, യെസ് പറയേണ്ടടുത്ത് യെസ്, നോ പറയേണ്ടടുത്ത് നോ. പലർക്കും നോ പറയാൻ അറിയാത്തതുകൊണ്ടാണ് ഈ പിയർ പ്രഷറിൽ പോയി ചാടുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് പല തരത്തിലുള്ള നോ പഠിക്കുക. ചിലപ്പോൾ നല്ല സുന്ദരിയായ പെൺകുട്ടിയായിരിക്കും ഒരു സിപ്പ് എടുക്ക് ചേട്ടാ എന്ന് പറയുന്നത്, മനസ്സിലായ? പക്ഷേ ആ കുട്ടിയുടെ അടുത്തും നോ ബട്ട് ഐ സ്റ്റിൽ ലവ് യു എന്ന് പറയാൻ പറ്റണം. ഐ എം ജസ്റ്റ് കിഡിങ്. അതായത് പ്രലോഭനം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആര് വന്ന് പറഞ്ഞാലും നിങ്ങളത് ആർക്ക് വേണ്ടി മാറ്റാണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങളെ വിശ്വസിച്ച് അവരുടെ ജീവനേലും മേളിൽ ലവ് ചെയ്യുന്ന ഒരാളെയാണ് 2 പേര് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് വിശ്വസിച്ച്. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. എൻജോയ് ചെയ്യാം, ലൈഫ് എൻജോയ് ചെയ്യാം. പക്ഷേ അങ്ങനെ ആ എൻജോയ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞ അച്ഛനും അമ്മയ്ക്കും വേദന എടുക്കരുത്, അവർ കരയരുത്. അങ്ങനത്തെ എൻജോയ്മെൻറ്റ് നമുക്ക് വേണോ? ഇപ്പം അച്ഛൻ അമ്മ ഞാൻ സിനിമയ്ക്ക് പോയി, എന്തിനാണ് സിനിമയ്ക്ക് പോയത്? അവിടെ അച്ഛൻ വേദനിച്ചില്ല. അച്ഛൻ പറയാം ഞാനും സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ എൻജോയ്മെൻറ്റൊക്കെ ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്യും. ക്ലാസ് ബങ്ക് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ സിനിമയ്ക്ക് അപ്പോൾ I'm not encouraging it, but I'm just saying ചില എൻജോയ്മെൻ്റൊക്കെ നല്ലതാണ്, നിങ്ങൾ എൻജോയ് ചെയ്യണം. ഐ എം നോട്ട് സെയിങ്.
ബട്ട് ചില കാര്യങ്ങൾ അച്ഛൻ ഞാനത് ചെയ്തു എന്ന് വേറെ ആരെങ്കിലും ത്രൂ അച്ഛൻ അറിയുമ്പോൾ അച്ഛൻ്റെ ചങ്ക് പൊട്ടി അച്ഛൻ കരയുന്ന ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ദിസ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. സോ സ്റ്റാർട്ട് ടുഡേ. ഇത് ഒറ്റ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, പക്ഷേ യു ക്യാൻ ഡു ഇറ്റ്. ടേക്ക് എ ബുക്ക്, ടേക്ക് എ പെൻ, സ്റ്റാർട്ട് റൈറ്റിംഗ്. എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ഇനി എനിക്ക് ബാലൻസിൽ കൊണ്ടുവരേണ്ടത്? ചിലർക്ക് ഫിനാൻസ് ഇവിടെ ഇരിക്കും, ഫാമിലി ഇവിടെ ഇരിക്കും. അതിനൊക്കെ മാർക്ക് ഇടണം. 10 എത്ര മാർക്ക്? അപ്പം ഞാൻ പറയും എനിക്ക് ഫാമിലിക്ക് ഞാൻ കൊടുക്കുന്ന ടൈമും ഇമ്പോർട്ടൻസും എഫേർട്ടും 8ആണ്. ഫിനാൻസ് എനിക്ക് 3ആണ്. മറ്റേ ഫ്രണ്ട്സ് 2 നിൽക്കുകയാണ്, അതൊന്ന് കുറച്ച് 8 വരെയെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതി മാർക്കിടുക. എല്ലാ മാസവും ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ പറയാം, എടാ കഴിഞ്ഞ മാസത്തിനേലും എൻ്റെ ഫിനാൻസ് ഞാൻ തന്നെ ഗോൾ വെച്ചത് അത് ആർക്കും കാണിക്കേണ്ട ആവശ്യമില്ല, ഇച്ചിരി കൂടുതൽ വന്നിട്ടുണ്ട്, ഐ എം ഹാപ്പി ബിക്കോസ് ഞാൻ പുറത്ത് പോയി കഴിക്കുന്നത് കുറഞ്ഞു. ഇപ്പോൾ സൺഡേ മാത്രമാണ് ഞാൻ പുറത്ത് പോയി കഴിക്കുന്നത്. വീക്ക് ഡേയ്സൊക്കെ ഞാൻ അമ്മയുടെ ഫുഡ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുന്നത്. ഐ എം ജസ്റ്റ് ഗിവിങ് യു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഓഫ് ഓൾ ദീസ് തിങ്സ്. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കേണ്ടത് എൻ്റെയും ഒരു ആവശ്യമായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. ബിക്കോസ് ഐ ലവ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ഒറ്റ ടേക്കിലാണ് ഈ പോഡ്കാസ്റ്റ് പോയിരിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് എനിക്ക് എന്ത് പറയണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബബ്ബ എന്ന് പറഞ്ഞിട്ടാണ് പേർലി മണി ഷോ ആ പാട്ട് വെച്ചത്. ആദ്യം കുറച്ച് ബബ്ബ അടിച്ചാലും നിങ്ങളെ എനിക്കെന്തോ ഈ ക്യാമറയിലൂടെ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. I just want to say I love each and every one of you. ഇത് പോഡ്കാസ്റ്റിൻ്റെ 4th എപ്പിസോഡ് ആണെങ്കിലും ഐ ഓൾറെഡി ഫീൽ ലൈക്ക് ദിസ് ഇസ് എ സെപ്പറേറ്റ് ചാനൽ പോലെയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദ റെസ്പോൺസ് ദറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഇസ് ഗിവിങ്. ഇത് വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബട്ട് വി ആർ ഓൾ പ്രേയിങ് ഫോർ യു. പ്ലീസ് ബി സ്ട്രോങ്. Please be strong. We love you. Okay? Thank you so much. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഗുലുഗുലു ടോക്സ് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, it's me, Pearly.